എല്ലാവർക്കും വന്ദനം. അങ്ങനെ നമ്മൾ ഏപ്രിൽ മാസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസത്തിൽ പ്രഭാതത്തിൽ എത്തിക്കഴിഞ്ഞു. ഈ മാസം ദൈവം ചെയ്യാമെന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം ഇന്ന് തീരുന്നതിനുള്ളിൽ അത് ദൈവം ചെയ്തിരിക്കും. കർത്താവിനൊരു സെക്കൻഡ് പോലും വേണ്ട. വെറും 6 ദിവസം കൊണ്ടാണ് ദൈവം ആകാശത്തെയും ഭൂമിയെയും മനോഹരമാക്കി മെനഞ്ഞ് രൂപപ്പെടുത്തിയത്. മനുഷ്യനെ ഉണ്ടാക്കാൻ എല്ലാം കൂടി 6 ദിവസം. 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു എന്നാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിലും കൂടി ചേർത്ത് വായിച്ചാൽ നമുക്കിതെല്ലാം കാണാം. ഇത് സ്കൂളിൽ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ കാണില്ല. ഇത് സത്യവേദ പുസ്തകത്തിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ മാത്രമേ ഉള്ളൂ. ബൈബിൾ ക്രിസ്ത്യാനിയുടെ മതഗ്രന്ഥമല്ല, ഇത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ വാക്ക്. വെളിച്ചമുണ്ടാക്കിയ അതേ ദൈവം മനുഷ്യൻ്റെ വെളിച്ചത്തിനായി, ജീവിതത്തിൻ്റെ വെളിച്ചത്തിനായി, ഭാവിയുടെ വെളിച്ചത്തിനായി തന്നിരിക്കുന്ന വിലപ്പെട്ട നിക്ഷേപമാണ്, നിധിയാണ് ദൈവവചനം. അതുകൊണ്ട് ദൈവവചനം കേട്ട് ബലപ്പെട്ട് നമുക്ക് ഈ മാസത്തിലെ ഏറ്റവും ഒടുവിലത്തെ ദിവസം അനുഗ്രഹങ്ങളെ സ്വന്തമാക്കാം. അതായത് ഇന്ന് തീരുന്നതിനുള്ളിൽ ഒത്തിരി പ്രവചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും എന്ന് വിശ്വസിക്കുക. അതങ്ങനെ തന്നെ കർത്താവ് ചെയ്യും. നമുക്കത് വിശ്വസിക്കാം. കർത്താവിൽ നമുക്ക് ആശ്രയം വെക്കാം. അതായത് ഒരു നുണ വേഗത്തിൽ പരക്കും, എന്നാൽ സത്യത്തിനൊരു പ്രത്യേകതയുണ്ട്. സത്യം സഹനശക്തിയോടെ നിൽക്കും. സത്യത്തിന് ഉള്ള ഒരു പ്രത്യേകത, സഹിക്കാനുള്ള ശക്തിയുണ്ട്. നുണകൾ വളരെ വേഗത്തിൽ പരക്കുന്ന ഒന്നാണ്. എന്നാൽ സത്യം ഒരു ദിവസം പുറത്തു വരുമെന്ന് അറിഞ്ഞിട്ട് സത്യം അത് സഹിച്ചുകൊണ്ടിരിക്കും. നുണയേക്കാൾ ശക്തിയുള്ളത് സത്യത്തിനാണ്. നുണയ്ക്ക് വേഗത കൂടുതലാണ്, എന്നാൽ ശക്തിയും സഹനശക്തിയും കാത്തിരുന്ന് വിടുതൽ കാണാനുള്ള ബലവും സത്യത്തിനുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന വ്യക്തികൾ സത്യത്തിന് വേണ്ടി നിൽക്കും. അതാണ് നമ്മൾ യേശുവിനെ മോഷ്ടിച്ചുകൊണ്ട് പോയെന്നുള്ളൊരു കള്ളക്കഥ വേഗം പരന്നു. ഇപ്പോഴും അതാണ് യഹൂദന്മാർ വിശ്വസിക്കുന്നത്. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷനായിട്ട് എല്ലാവരോടും പറഞ്ഞില്ല, ആകാശത്തിൽ പെരുമ്പറ മുഴക്കിയില്ല. എന്താണ്? ഞാനിതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആട്ടിടയന്മാർ വന്നിട്ട് സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം എന്ന് പറഞ്ഞതുപോലെ യേശു ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് 1000 ദൂതന്മാരെ താഴോട്ടിറക്കി പറഞ്ഞില്ല. വേണ്ട. എന്തുകൊണ്ട്? അതിൻ്റെ ആരുടെ ആവശ്യമില്ല. യേശുവിന് ഒരു ഊന്നുവടിയുടെ ആവശ്യമില്ല. പ്രായമാവുമ്പോൾ നടക്കാൻ പലർക്കും കുത്തി നടക്കാൻ ഒരു ഊന്നുവടി ഉണ്ടാകും. യേശുവിന് ഒരു ഊന്നുവടിയുടെ ആവശ്യമില്ല. യേശുവിനെ സഹായിക്കാൻ ദൂതന്മാരെ പോലും യേശു അനുവദിച്ചില്ല. കാരണം യേശു പറഞ്ഞ സത്യമാണ്. എത്ര മറഞ്ഞിരുന്നാൽ ഒരു ദിവസം സത്യം പുറത്തു വരും. അത് മുകളിൽ ഘോഷിക്കപ്പെടും. സത്യത്തെ മറച്ചു വെക്കാൻ കഴിയില്ല. നുണയ്ക്ക് വേഗതയുണ്ടെങ്കിലും സത്യത്തിന് നിലനിൽപ്പും ശക്തിയുമുണ്ട്. ഈ സത്യങ്ങൾ നമ്മെ ബലപ്പെടുത്തട്ടെ. നമുക്ക് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മാനുവേലനെ, ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മാനുവേലനെ, ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ. അകൃത്യങ്ങളകറ്റിയെന്ന ശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നകമേ തന്നരുളി.
അഭിഷേകത്താൽ എന്നും ജയത്തോടെ നടത്തിയിടുന്നു. തേജസ്സിന് അഭിഷേകത്താൽ എന്നും ജയത്തോടെ നടത്തിയിടുന്നു. സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അവൻ എൻ്റെ രക്ഷകൻ, അവൻ എനിക്കുള്ള ബലമുള്ള ഗോപുരമാപത്തിൽ സങ്കേതം. അവൻ എൻ്റെ രക്ഷകൻ, അവൻ എനിക്കുള്ള ബലമുള്ള ഗോപുരമാപത്തിൽ സങ്കേതം. അവന്റെ ചാരെ ഓടിയണഞ്ഞവർക്കാശ്വാസമനുദിനവും. അവന്റെ ചാരെ ഓടിയണഞ്ഞവർക്കാശ്വാസമനുദിനവും. സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം അവനെന്റെ രക്ഷകൻ, അവനെന്റെ രക്ഷകൻ, അവൻ എനിക്കുള്ള ബലമുള്ള ഗോപുരം ആപത്തിൽ സങ്കേതം. അവനെന്റെ രക്ഷകൻ, അവൻ എനിക്കുള്ള ബലമുള്ള ഗോപുരമാപത്തിൽ സങ്കേതം. അവന്റെ ചാരെ ഓടിയണഞ്ഞവർക്കാശ്വാസമനുദിനവും. അവന്റെ ചാരെ ഓടിയണഞ്ഞവർക്കാശ്വാസമനുദിനവും. സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലെ 17-ാം വാക്യത്തിലേക്ക് വരാം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അതായത് എല്ലാവരിലും വന്ന് നിറയുവാൻ കൊതിക്കുന്ന പരിശുദ്ധാത്മാവ്. അത് നമ്മൾ പഠിച്ചു. അടുത്തത്, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. രണ്ടുപേരും പ്രവചിക്കും, രണ്ടുപേരും വിളിച്ചു പറയും, അത് സംഭവിക്കും. എന്നാൽ കൊരിന്ത്യ സഭയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന്. ഇത് രണ്ടും കൂടി എങ്ങനെ നോക്കും? ഏത് സഭയെടുത്ത് നോക്കി നോക്കും. പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളി സഭകളിൽ സ്ത്രീ ജനങ്ങളുടെ എണ്ണം കൂടുതലാണ്, സ്ത്രീകൾ കൂടുതലാണ്. കൂടുതൽ ദൈവത്തെ ആശ്രയിക്കുന്നത് സ്ത്രീകളാണ്. അതായത് സ്ത്രീജനം ബലഹീന പാത്രം, അവർക്ക് ആരെങ്കിലും ആശ്രയിക്കണം. ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും ഒക്കെ വരുന്ന പ്രശ്നങ്ങളെയൊക്കെ അവർ ദൈവത്തിൽ ആശ്രയിച്ചാണ് നേരിടുന്നത്. അവർ ദൈവസ്ഥലിൽ കരയുന്നവരാണ്. അപ്പോൾ അങ്ങനെ
ദൈവത്തിന് വേറൊരു വ്യത്യാസമില്ല. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും. പഴയ നിയമത്തിൽ സ്ത്രീകളെ പല കാര്യത്തിലും തിരഞ്ഞെടുക്കുന്നില്ല. ദെബോര മാത്രം ഇടിച്ചു കയറി ഒരു പ്രവാചികയായി. പിന്നെ അബിഗേൽ എന്ന ഒരു പ്രവാചിക. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. മുഴുവനും ആദ്യജാതൻ, യഹോവയ്ക്കുള്ളത്. ആദ്യജാതയെ കുറിച്ച് പറയുന്ന പോലുമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മാറി. ഒരു തുല്യ അവസ്ഥയിലേക്ക് എല്ലാവരും ഒരുപോലെ കാണുന്ന പരിശുദ്ധാത്മാവിനെ കാണാം. സ്ത്രീകൾക്ക് പ്രവചിക്കാം, പുരുഷന്മാർക്കും പ്രവചിക്കാം. പഴയ നിയമത്തിൽ ഏറ്റവും ശക്തനായ മനുഷ്യനാര്? പ്രവാചകനാണ്. പുതിയ നിയമത്തിൽ അതുപോലെ അതിന് തുല്യമായി ഒരു വ്യക്തികളുണ്ട്, അപ്പോസ്തലന്മാർ. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേലാണ് സഭയെ പണിതിരിക്കുന്നത്. പ്രവാചകന്മാരുമുണ്ട്, അപ്പോസ്തലന്മാരുമുണ്ട്. പഴയ നിയമം പ്രവാചകന്മാരാൽ പണിയപ്പെട്ടെങ്കിൽ പുതിയ നിയമം അപ്പോസ്തലന്മാരാൽ പണിയപ്പെട്ടു. പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു, അപ്പോസ്തലന്മാരത് നിറവേറ്റി. വിളിച്ചു പറയുകയും നിറവേറ്റുകയും ചെയ്യുന്ന രണ്ട് ഗ്രൂപ്പുകളെ നമുക്ക് കാണാം. അപ്പോൾ അതുമാത്രമല്ല, ആരൊക്കെയാണ് പ്രവചിക്കുന്നത്? പുത്രിമാരും പുത്രന്മാരും. അതാണ് നമ്മൾ വായിച്ചത്. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും. അപ്പോൾ പുത്രിമാർ സഭയിൽ മിണ്ടാതിരുന്നാൽ എന്നാ പറ്റും? പല കാര്യങ്ങളും നടക്കാതെ പോകും. വിളിച്ചു പറയുന്നത് സംഭവിക്കുമെങ്കിൽ എന്നെ കേൾക്കുന്ന പെൺകുട്ടികളെ, അമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ പ്രവചിക്കണം. പുത്രന്മാർക്ക് മാത്രമുള്ള കുത്തകയല്ല പരിശുദ്ധാത്മാവ്, തുല്യാവകാശമാണ്. കൃപകൾ തുല്യമായി പ്രാപിക്കണം. സ്ത്രീയെന്നോ പുരുഷനെന്നോ ക്രിസ്തുവിലില്ല. പുതിയ സൃഷ്ടി എന്നേ ഉള്ളൂ. അതായത് ദൈവരാജ്യത്തിൽ വിവാഹത്തിന് കൊടുക്കുന്ന എടുക്കുന്ന ഒന്നുമില്ല. ദൈവദൂതന്മാരെ പോലെയാണ്. അതിന്റെ അർത്ഥം സ്വർഗത്തിൽ ദൂതന്മാര് കല്യാണം കഴിച്ച് ഒന്നും ജീവിക്കുന്നതായിട്ടൊന്നും തെളിവില്ല. എന്നാൽ സ്വർഗത്തിൽ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാലേ ചിലർക്ക് പോകാൻ മനസ്സുള്ളൂ. അങ്ങനെ വാഗ്ദത്തങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ സമൂഹങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ ഭൂമിയിൽ ഒരു ഭാര്യയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഒത്തിരി ഭാര്യമാരുണ്ടെന്ന് പല മതഗ്രന്ഥങ്ങളൊക്കെ പറയുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ വായിച്ചിട്ടില്ല. എന്നാൽ സ്വർഗത്തിൽ ദൈവദൂതന്മാരെ പോലെയാണ്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു സത്യം, ദൈവത്തിനെല്ലാം ഒരുപോലെയാണ്. സ്ത്രീയെന്നും പുരുഷനെന്നുമില്ല. ദൈവത്തിലേക്ക് ആര് വരുന്നുവോ അവരെ ദൈവം വലിയൊരു ഉപകരണമാക്കും. ആത്മാവിൽ സംസാരിക്കുന്നവർ. യെഗസ്കേൽ അസ്ഥി താഴ്വരയിൽ ചെന്ന് പ്രവചിക്കും വരെ അവിടെ അസ്ഥി താഴ്വരയായിരുന്നു. എന്നാൽ അവൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതാണ് അപ്പോസ്തല പ്രവൃത്തി 1:4, 5, 6 വാക്യങ്ങൾ വായിക്കുന്നത്. അവൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവിടെ ഒരു ചലനം അയച്ചു. ഒരു ഭൂകമ്പമുണ്ടായി, ഒരു മുഴക്കം കേട്ടു, അസ്ഥിയോട് ചേർന്നു. 10-ാം വാക്യത്തിൽ കാറ്റിനോട് പ്രവചിക്കാൻ പറഞ്ഞു. കാറ്റിനോട് പ്രവചിച്ചപ്പോൾ കാറ്റ് വന്ന് അവരുടെ മേൽ ഊതി. അവർ ജീവിച്ചെഴുന്നേറ്റ് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. യെഗസ്കേൽ വരും വരെ, ഒരു പ്രോഫറ്റ് അവിടെ ചെല്ലും വരെ ആ സ്ഥലം മരുഭൂമി പോലെ അല്ലെങ്കിൽ ശവപ്പറമ്പായി കിടന്നിരുന്നു. അസാധ്യതകളുടെ ഒരു സ്ഥലമായിരുന്നു അത്. എന്നാൽ ഒരു പ്രോഫറ്റിക്കൽ വേർഡ് ആ സ്ഥലത്തെ മാറ്റിക്കളഞ്ഞു. ഒരു സൈന്യത്താഴ്വരയായി മാറി. അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അറിയേണ്ടത്, സഭയിൽ 2 പ്രവാചകിയുണ്ട്, ഒരു പ്രവാചകനുണ്ട്, ഞങ്ങളുടെ ചർച്ചിൽ ഇടയ്ക്കൊരു പ്രവാചകൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ആരും ഒതുങ്ങരുത്. നിങ്ങളുടെ വീടിന്റെ പ്രവാചകനായിട്ട് നിങ്ങൾ മാറണം. നിങ്ങളൊരു പ്രവാചികയായിട്ട് മാറണം. നിങ്ങളുടെ സാഹചര്യങ്ങളോട് പ്രവചിക്കണം. ഈ അസ്ഥികൾ ജീവിക്കും, ശ്വാസം വരും, ജീവിച്ചെഴുന്നേറ്റൊരു സൈന്യമാണ്. നിങ്ങളുടെ വീടിനെ നോക്കി നിങ്ങൾ പറയണം, സാഹചര്യങ്ങൾ മാറാൻ പോവുകയാണ്, സാമ്പത്തിക സാഹചര്യങ്ങൾ മാറാൻ പോവുകയാണ്, ജോലി ഉണ്ടാകാൻ പോവുകയാണ്, വീട് ഈ
പൊട്ടിപ്പൊളിഞ്ഞ വീടിന് പകരം ഒരു പുതിയ വീടുണ്ടാകാൻ പോവുകയാണ്. ഈ കടക്കണിയിൽ നിന്ന് പുറത്തു വന്നിട്ട് നമ്മൾ ഒത്തിരി പേർക്ക് കടം കൊടുക്കാൻ പോവുകയാണ്. വായ്പ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നവരായി മാറാൻ പോവുകയാണ്. ഈ താഴ്ച മാറി ഉയർച്ചയിലേക്ക് വരാൻ പോവുകയാണ്. ഈ വീട് രക്ഷയുടെ സന്തോഷത്തിൽ നിറയാൻ പോവുകയാണ്. ഈ വീട് മുഖാന്തരം ഈ ദേശത്ത് വലിയ വെളിച്ചമുണ്ടാകാൻ പോവുകയാണ്. ഞാനൊരു അനുഗ്രഹമാണ്. നിങ്ങൾ നിങ്ങളോട് പ്രവചിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഭവനത്തോട് പ്രവചിക്കുക. ആദ്യം യെരുശലേമിലും, പിന്നെ യഹൂദിയയിലും, പിന്നെ ശമരിയയിലും, അത് കഴിഞ്ഞിട്ട് മതി ഭൂമിയുടെ അറ്റത്തോളം. വെളിയിൽ പ്രവചിക്കാൻ എളുപ്പമാണ്, വീട്ടിൽ പ്രവചിക്കാൻ പേടിയാ. കാരണം ആ വീട്ടിലാ ജീവിക്കുന്നത്. ധൈര്യപ്പെട്. നീ പറയുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല നടക്കുന്നത്, നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവൻ. അതുകൊണ്ടാണ് നാം ചോദിച്ചതിൽ നനച്ചതിൽ അത്യന്തപരമായി തരുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവൻ എന്ന് എഫേസ്യ ലേഖനത്തിൽ പറയുന്നു. നമ്മളൊരു വാക്ക് പറയണം നമ്മുടെ വീട്ടിൽ. ഇന്നു മുതലൊന്ന് പ്രാക്ടീസ് ചെയ്യും. വിശ്വാസത്താൽ പരീക്ഷിക്കുകയല്ല, വിശ്വസിച്ച് പറ. ചെയ്തു നോക്കുകയല്ല. പരീക്ഷിക്കാൻ പറഞ്ഞ ഒറ്റ കാര്യമാണ്. കർത്താവ് ദശാംശം കൊടുത്തു നോക്കാൻ പറഞ്ഞു. മലാക്കി 3:9-10. നിങ്ങൾ കൊടുത്തൊന്ന് പരീക്ഷിക്കും. ഒരൊറ്റ കാര്യം. ദൈവത്തെ പരീക്ഷിക്കരുത്, എന്നാൽ ഒരു കാര്യത്തിൽ പരീക്ഷിക്കാം. എന്താ? ദശാംശം ഒന്ന് കൊടുത്തു നോക്ക്. ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് ആമർത്തി കുലുക്കി കവിയുന്ന അളവ് നിറക്കുന്നത് നിങ്ങൾ കാണും. ദൈവം ഉറപ്പ് തന്നു. നിങ്ങൾ നിങ്ങളുടെ 10-1 കർത്താവിന്റെ വേലക്ക് വേണ്ടി കൊടുക്കാമോ? സ്വർഗത്തിലെ ഭണ്ഡാരം തുറക്കും. എന്നാൽ ഈ കാര്യം പരീക്ഷിക്കേണ്ടത് ഇത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ നിങ്ങളുടെ വീടിനെ നോക്കി പറയണം. നടക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പുത്രി പുത്രന്മാർ നേഴ്സുമാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആകുമെന്നല്ല, പ്രവചിക്കുക. ഏറ്റവും വലിയൊരു സത്യമാണത്. ഫിലിപ്പോസിന് 4 പെൺമക്കൾ, 4 പ്രവചിക്കുന്നവരായിരുന്നു. സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന വാക്കുകൾ അവരുടെ വായിൽ വരുന്നു. എന്താണ് പ്രവചനം? ഒരിക്കലും സംഭവിക്കാത്ത കാര്യം അത് സംഭവിക്കുമെന്ന് വിളിച്ചു പറയുന്നതിന്റെ പേരാണ് പ്രവചനം. അത് നന്മകളെ കുറിച്ചാണ് കൂടുതൽ അതിനെ പറയുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തമുള്ള, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് നന്മയും അല്ലാത്തവരോട് തിന്മയും വേണമെങ്കിൽ പറഞ്ഞെന്നിരിക്കും. ചൂള പോലെ കത്തുന്ന ദിവസം വരുമെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും. കണ്ടീഷനുകൾ വയ്ക്കും. സാഹചര്യങ്ങളോട് പ്രവചിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തവരാണ് ഇത് കേൾക്കുന്നത്. അപ്പോൾ 5-6 അന്യഭാഷ പറയുമെന്ന് പറയുന്നതല്ല പരിശുദ്ധാത്മാവ്. ഇത് യോവേല് പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിൽ എത്ര പിള്ളേരുണ്ട് അത്രയും പിള്ളേര് പോസിറ്റീവ് എനർജി ഉള്ളതായിരിക്കും. നെഗറ്റീവ് പറഞ്ഞുള്ള ശീലം നമുക്കൊത്തിരി ഉണ്ട്. ഇനി പറയാൻ പോകുന്നത് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു പറയും. സംഭവിക്കാൻ പോയെന്ന് പറയും. ഇന്നത് സംഭവിക്കും. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ നടക്കേണ്ട കാര്യവും അതങ്ങനെ തന്നെ നടക്കും. പുതിയ മാസത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ അത്ഭുതങ്ങൾ കാണും. വലിയ എൻകൗണ്ടറുകൾ ഇന്നുണ്ടാകും. ഇന്ന് പോകുന്നിടത്ത് വലിയ വാതിലുകൾ തുറക്കും. ഇത് കേൾക്കുന്ന ആരൊക്കെയോ അത് അങ്ങനെ തന്നെ വിശ്വസിച്ച് ഏറ്റുപറയുന്നുണ്ട്. നിങ്ങളിൽ അത് ഇന്ന് നടക്കും. നിങ്ങളത് എന്നോട് വിളിച്ചു പറയണം. അതങ്ങനെ തന്നെ നടക്കും. വർഷങ്ങളായി നടക്കാത്തത് ഈ പാഴ്ശൂന്യമായ ഭൂമിയിൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ചെയ്യാൻ പോവുകയാണ്. വലിയ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്. വലിയ യാത്രകൾ ഉണ്ടാകാൻ പോവുകയാണ്. വലിയ ഉയർച്ചകൾ ഉണ്ടാകാൻ പോവുകയാണ്. നീണ്ട വർഷങ്ങൾ വല്യപ്പൻ്റെ കാലം മുതലേ നടക്കാത്ത കാര്യം ഇന്ന് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട്. നിങ്ങളുടെ പുത്രി പുത്രന്മാർ പ്രവചിക്കും. അതായത് ബലഹീനരായിട്ടുള്ളവരും പ്രവചിക്കും. സ്ത്രീജനം ബലഹീന പാത്രമല്ലേ? അവരും പ്രവചിക്കും. പുത്രന്മാര് മാത്രമല്ല, കരുത്തുള്ളവർ. അവരാണ് ഇത്തിരി കോൺഫിഡൻസോടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആൺപിള്ളേര് പറയും, ഞാൻ വലുതാകും, ഞാനൊരു ഒരു നല്ല ജോലിക്കാരനാകും, അപ്പനെയും അമ്മയൊക്കെ നന്നായിട്ട് ഞാൻ നോക്കും, ഈ വീടിൻ്റെ സ്ഥാനത്ത് നല്ലൊരു വീട് ഞാൻ വെക്കും,
അപ്പൻ്റെ അമ്മയുടെ വാർദ്ധക്യത്തിൽ ഞാൻ അവരെ വളരെയധികം കരുതും. എൻ്റെ സഹോദരിമാരെ കരുതും. ഇതെല്ലാം കേട്ട സഹോദരിമാരെ മലയാളി കുടുംബങ്ങളിൽ മിണ്ടാതിരിക്കും. ശരിയാ, ഞങ്ങളൊക്കെ എന്ത് ചെയ്യാനാ? ഞങ്ങളെയൊക്കെ കെട്ടിച്ചു വിടും. 4 ആങ്ങളമാര് വീട്ടിലുണ്ടാകും. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ ആങ്ങള പറയുന്നത് പോലെ തന്നെ പെങ്ങളും പറയും. ആങ്ങള പറയുകയാണ്, ഞാനിവിടെ ഒരു വീട് വെക്കും. അപ്പൊ പെങ്ങൾ പറയണം, ഞാൻ ആ ടൗണിലോട്ട് മാറി മറ്റൊരു വീട് വെക്കും. വിളിച്ചു പറയാണ് നമ്മുടെ സ്വപ്നങ്ങളെ, ആത്മാവിൽ ലഭിക്കുന്ന ഗൈഡൻസിനെ, ഉറപ്പിനെ, ആശിക്കുന്നതിൻ്റെ ഉറപ്പിനെ, കാണാത്ത കാര്യങ്ങളെ നിശ്ചയത്തെ വിളിച്ചു പറയുന്ന പ്രവചനം നിങ്ങളുടെ പുത്രി പുത്രന്മാർ പ്രവചിക്കും. ഇങ്ങനെ പറഞ്ഞു പോയാൽ അപ്പോസ്തല പ്രവൃത്തി ഒരു 5000 എപ്പിസോഡായാലും തീരില്ല. അത്ര ആഴമേറിയ വിലയേറിയ മുത്തുകളുള്ള ഒരു അനന്ത സാഗരം പോലെയാണ് അപ്പോസ്തല പ്രവൃത്തി കിടക്കുന്നത്. ചില ഭാഗത്ത് പെട്ടെന്ന് ഓടിച്ചു പോകും, ചില ഭാഗത്ത് നിൽക്കേണ്ടി വരും. ആ ഭാഗങ്ങളിൽ വളരെ ആഴമുണ്ട്. അതിൻ്റെ അർത്ഥം ഇന്ന് ബലഹീനരെന്ന് പറയുന്ന വ്യക്തികൾ പോലും തന്നെത്താൻ വീരനെന്ന് മതിക്കണം. ഇത് കേൾക്കുന്ന പല സ്ത്രീകളും പെൺകുട്ടികളും അറിയണം, നിങ്ങൾ ബലഹീനരല്ല. ചില കാര്യത്തിലൊക്കെ ബലഹീനതയുണ്ട്. പുരുഷന്മാർക്ക് ഏകദേശം 60% പേശികളോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നു, മസിലുകളുണ്ട്. സ്ത്രീകൾക്ക് അത്രയില്ലെന്ന്. ഫിസിക്കലായിട്ട് ചിലപ്പോൾ അങ്ങനെയായിരിക്കാം, നിലാത്മാവിൽ അങ്ങനെയല്ല. പുറമേ അങ്ങനെ ഉണ്ടാവും, നിലാകത്തെ മനുഷ്യൻ ശക്തനാണ്. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ക്രിസ്തുവിൽ ശോഭിക്കും. ജോയ്സ് മേയർ എന്ന സ്ത്രീ 200-ലധികം പ്രാവശ്യം സ്വന്തം അപ്പനാൽ പീഡിപ്പിക്കപ്പെട്ട, റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീ, ലോക രാജ്യങ്ങളിൽ ഒരു അത്ഭുതമായി ഇന്നും തൻ്റെ 80ഓളം വയസ്സായ ഈ സമയത്തും ശോഭിക്കുന്നത് എങ്ങനെ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതുകൊണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ മുറിവുകളും കഥകളും പരാജയവും പറഞ്ഞിരിക്കാൻ ഇനി കഴിയില്ല. പലരെയും ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത്. കാതറിൻ കുൽമാൻ എന്ന സ്ത്രീ കർത്താവിൻ്റെ വേലയിലായിരിക്കുമ്പോൾ തെറ്റിപ്പോയി, പിന്മാറ്റത്തിൽ പോയി. എന്നാൽ മടങ്ങി വന്ന് ബെന്നിഹിൻ പോലെയുള്ള ശക്തന്മാരായ ദൈവദാസന്മാരെ എഴുന്നേൽപ്പിക്കാനും അനേകർക്ക് വിടുതൽ കൊടുക്കാൻ ഉപയോഗിച്ച സ്ത്രീ, പുരുഷന്മാർക്ക് പോലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ആത്മീക എവറസ്റ്റുകളെ കീഴടക്കിയ അഭിഷേകത്തിന്റെ നിറകുടം. ഇങ്ങനെയുള്ളവരൊക്കെ ഇന്നും ഭൂമിയിലുണ്ട്. അവരെല്ലാം കർത്താവ് ഉപയോഗിക്കുന്നു. മലയാളക്കരയിൽ മേരിക്കോർ പോലെയുള്ള അഭിഷിക്തമാർ എഴുന്നേറ്റ് വരണം. എത്ര ശക്തിയായ സ്ത്രീയാണ്. മേരിക്കോർ ആന്റിയുടെ മകൾ സാറാ കോവർ അതുപോലെ തന്നെ കയറി വരുന്ന ഒരു സീസൺ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭകളിലെ സഹോദരിമാർ എഴുന്നേറ്റ് ദൈവരാജ്യം പണിയണം. സ്ത്രീകളാണ് ഭവനം പണിയുന്നത്, എന്നാൽ ദൈവരാജ്യം പണിയണം. അതിനുവേണ്ടി കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ വലിയ കൃപകളാൽ എല്ലാവരും ഒരു കുറവുമില്ലാതെ നിറയാം. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. യേശുവേ, പുത്രിമാരും പുത്രന്മാരും ഒരുപോലെ ശക്തിയോടെ എഴുന്നേറ്റ് പ്രവചിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പകർച്ചയിലേക്ക് സമൂഹത്തെ ചലിപ്പിക്കട്ടെ. സഭകൾക്ക് അനുഗ്രഹമാകട്ടെ. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ ശക്തിയെ അവർ റിലീസ് ചെയ്യട്ടെ. ചില സ്ത്രീകൾ ചെറുപ്പത്തിലെ വിധവമാരായി എനിക്കാരുമില്ലെന്ന് ഇനി പറയാതെ എഴുന്നേറ്റ് ദെബോരയെ പോലെ എഴുന്നേറ്റ് ശോഭിക്കട്ടെ. ഇന്നുവരെ പല പുരുഷന്മാരും ചെയ്തിട്ടില്ലാത്ത വലിയ ദൈവപ്രവർത്തികൾ ചെയ്യാൻ അവർ ഉപകരണങ്ങളായി തീരട്ടെ. ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൊണ്ട് അവർ മൂടട്ടെ. സൗഖ്യങ്ങളും വിടുതലുകളും ഞങ്ങൾ കൽപ്പിച്ചാക്കുന്നു. യാത്രകളും വിടുതലുകളും ഉയർച്ചകളും സമൃദ്ധിയും ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ. സൗഖ്യങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഉള്ള രോഗാത്മാവ് അവരെ വിട്ട് മാറട്ടെ. ഇത് കേൾക്കുന്നവർ സൗഖ്യമാകട്ടെ. അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ.
ആമേൻ. യേശു കർത്താവിൻ്റെ വലിയ കരം നമ്മൾ കാണും. പുതിയ മാസം നാളെ ആരംഭിക്കുകയാണല്ലോ. ഒരു പുതിയ തുടക്കത്തിനായി നമുക്ക് ഒരുമിച്ച് വീണ്ടും കൂടാം. തമ്മിൽ കാണും വരെ കർത്താവിൻ്റെ ചിറകിൻ കീഴെ കർത്താവ് സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.